അല്ലേടേ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടാ. അയ്യോ അല്ല ചേട്ടൻ ചായ കൊണ്ടെന്നാ. ഇവരുടെ സൗണ്ടിനേക്കാളും നമ്മുടെ സൗണ്ട് ഉയർത്തി സംസാരിക്കണം. അതെ രവീന്ദ്രൻ മാഷിന്റെ സംഗീത എന്തത് വീടിന്റെ ബാക്കിൽ പോണേ ഫ്രണ്ടിൽ കൂടെ കയറാണ്ട് സ്വഭാവമല്ലോ. കാസർഗോഡ് നിന്ന് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കടയിലേക്ക്. അവിടെയൊക്കെ തുണിക്കടയില്ലാണ്ടാണോ 15 രൂപ കൊടുക്കായിരുന്നു നമുക്ക്. നമ്മുടെ ജീവിതത്തിലത്തെ ഒരു ചരിത്രം അവസാനിക്കുന്ന ദിവസമാണ് ഇന്നത്തെ കൈക്കൂട്ടുകളോട് കൂടിയിട്ട് ഈ ബനിയെ കളയാൻ. നമ്മുടെ കലാഭവൻ മണി മരിച്ചിട്ട് 10 കൊല്ലായി. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു ചരിത്രം, നമ്മുടെ ജീവിതത്തിലത്തെ ഒരു ചരിത്രം അവസാനിക്കുന്ന ദിവസമാണ്. ആർക്കറിയില്ല, ഭയങ്കര രഹസ്യമായിട്ടുള്ള കാര്യമാണ്. എനിക്കറിയണതാണോ? നിനക്കറിയാം, നീ എന്നെ പറഞ്ഞത് എന്നോട്. ആലപ്പുഴത്തെ രാജലക്ഷ്മി ചേച്ചി എന്നോട് പറഞ്ഞു ഈ ബനിയൻ കത്തിച്ചളഞ്ഞോളൂ. അതന്നെയാണ് ചരിത്രം. അതായത് എൻ്റെ ഈ ബനിയൻ ഇന്ന് ഞാൻ മറ്റേ മോഹൻലാൽ അയാൾ കഥ എഴുതുന്ന പോലെ ഈ അന്തരീക്ഷത്തിനെ പുതപ്പിക്കാൻ അതിൻ്റെ മേലാപ്പിലേക്ക് ഞാൻ വലിച്ചെറിയുന്നു ഇന്നത്തെ കൈക്കൂട്ടുകളോട് കൂടിയിട്ട് ഈ ബനിയൻ കളയാൻ. അതെ കറക്റ്റ്, ശരിക്കും കളയാണത്. പട്ടി നമ്മുടെ ഇമ്രാൻ കടിച്ച് പരിവാക്കിയിട്ടുള്ള സാധനം അതെന്നെ എടുത്തിട്ടുള്ളൂ. എവിടെയാണ് കയറിയത്? എവിടെ കയറിയത്? അവിടെ തന്നെ. അപ്പോൾ ആലപ്പുഴയുള്ള രാജലക്ഷ്മി ചേച്ചി പറഞ്ഞത് കൊണ്ട്, മറ്റേ മോഹൻലാലിലെ മറ്റേ ഈ വിഷ്ണു പറഞ്ഞത് കൊണ്ട് ഞാൻ ഇത് ചെയ്യാന്ന് പറയില്ലേ, കല്യാണ ചിത്രം എന്ന് പറഞ്ഞ സിനിമയിലേ പൂർണ്ണം വിശ്വനാഥൻ പറയില്ലേ നമ്മുടെ ഇതിനാ, അതായത് സ്വമനസാലെ സന്തോഷത്തോട് കൂടിയിട്ട് അങ്കിള് ഈ കല്യാണം നടത്തി കൊടുക്കണം. അവർ ഈ സുകുമാരിയുടെ ശ്രീനിവാസനും മകള്. അപ്പോൾ ആള് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയേ വിഷ്ണു പറഞ്ഞത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം. അപ്പോൾ മോഹൻലാൽ തിരിച്ചു പറയും അതല്ല, സ്വമനസാലെ സന്തോഷത്തോടുകൂടി ചെയ്തു തരണം. അപ്പോൾ അതുപോലെ രാജലക്ഷ്മി ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് കളയണമെന്ന്. അങ്ങനെ വേണ്ട, സ്വമനസാലെ കളയുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി. ഇന്ന് കളയും തേങ്ങ. കുറേ നാളുകളായി നമ്മൾ ഈ പറമ്പിലേക്ക് വന്നിട്ട്, കുറേ നാളുകളായി. അത് വരട്ടെ. ഒരാഴ്ച എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് അടുത്ത ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെയോ ആക്കി തീർക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ആഴ്ചയും കഴിഞ്ഞു, അതിൻ്റെ പിന്നത്തെ ഞായറാഴ്ചയും കഴിഞ്ഞു, അതിന്റെ പിന്നത്തെ ഞായറാഴ്ച മറ്റന്നാ വരാൻ പോവാ. അതിന് ഞാൻ പറയണത് അത് വരാൻ പോവാ 3 ആഴ്ചയായി. എന്നിട്ട് അന്നത്തേനേക്കാളും ഒന്നുകൂടി പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത്. ചേട്ടൻ ഇവിടേക്ക് വരാറേ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് മെയിൻ ഡയലോഗ്, നേരം കിട്ടുള്ളൂ. ഞാൻ അകത്തും ഒരു CCTV ക്യാമറ വെച്ചിട്ട് വേണം എനിക്ക് കടയിലേക്ക് പോകാൻ. ഇവിടെ എന്ത് എല്ലാ ദിവസവും ഒന്നരാടം ഇത് തന്നെ വെക്കണേ കൂട്ടാൻ. ഒന്നരാടം ക്യാബേജ് ഉപ്പേരി അത് പൊട്ടിക്കാൻ തുടങ്ങി അന്നോട്ട്. ഇന്നലെ കോളിഫ്ലവർ വെച്ചു. ഇന്ന് പിന്നെ അല്ല ചേട്ടാ പയർ തന്നിട്ടുണ്ടായിരുന്നില്ലേ, പച്ചപ്പയർ, നമ്മള് മറ്റേ വള്ളിപ്പയർ മറ്റേ എൻ്റെ ദൈവമേ പടവലങ്ങ പൊട്ടിക്കാൻ പോയപ്പോ പയർ തന്നിട്ടുണ്ടായിരുന്നു. ആ പയറാണ് ഇന്ന് കാലത്ത് വെച്ചത്. എന്തുട്ട് വെക്ക, എന്തോരം ഇത് കഴിക്കാൻ പറ്റും എല്ലാവർക്കും. ആ ചീരയാണെങ്കിൽ കംപ്ലീറ്റ് നോക്കിയേ, ചീര കംപ്ലീറ്റ് പൂവിട്ടു. ഞാൻ കോഴികൾക്ക് ലോഡ് വെട്ടിയിട്ട് കൊടുത്തു. ഇത് നോക്കിയേ, ഇതൊന്നും പൊട്ടിക്കാണ്ടേ പൂവിട്ടു. എന്നിട്ട് കുറേ അരിഞ്ഞ് കൊണ്ടുവന്ന് ഒരു ലോഡ് കൊണ്ടുവന്ന് ഇട്ടു അവർക്ക്. മുള്ളൻ ചീരയാണ് ഇതായത് ഇവിടെ നിൽക്കണു വെറുതെ നോക്കിയിട്ട് എന്നെ അത് ചെയ്യും. ഞാനിന്ന് മണ്ണ് തീ പൈപ്പിളെല്ലാം മനസ്സിലായത് ഈ സാധനമില്ല നമ്മുടെ ഈ ആഫ്രിക്കൻ മല്ലിയുടെ തൈകളിൽ ഇത് എവിടെ കിട്ടാൻ കമന്റ്സ് വരുന്നുണ്ട്. ആളുകൾ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകണം. ആഫ്രിക്കൻ മല്ലിയുടെ തൈകള് ഇത്രയ്ക്ക് പോകുന്ന കവറിലൊരു കുഞ്ഞ് ഞാര് പോലത്തെ സാധനങ്ങള് 15 രൂപ വരണത്തിന്. അവിടെ നിറച്ച മുളച്ചോണ്ട് ഇതിന്റെ 15 രൂപ ഞാൻ തൈ വാങ്ങിക്കാൻ പോയത്. ഞാനിത് നോക്കി വെണ്ട തൈ വാങ്ങിച്ചു കൊടുന്നു കേട്ടാ. നോക്കി നിറയെ വെണ്ട തൈ 35 എണ്ണം വാങ്ങിച്ചു, 70 രൂപ കേട്ടാ. നമ്മുടെ ആ കൃഷി ചെയ്തത് ഇത് തണ്ണിമത്തൻ കിരൺ. തണ്ണിമത്തൻ നമ്മുടെ വീട്ടിലുണ്ടായില്ല. അപ്പോൾ എനിക്ക് അവിടെ തൈ കണ്ടപ്പോൾ വീണ്ടും ഒന്ന് കൃഷി ചെയ്യാൻ തോന്നി. 52 ദിവസം മതി ഇതിന്. 52 ദിവസം കൊണ്ട് മാർച്ച്, ഏപ്രിൽ, മെയ് പകുതി അപ്പോഴേക്ക് സാധനം റെഡിയാവും. അല്ല, ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴേക്ക് തണ്ണിമത്തൻ ഉണ്ടാവണമെന്നാ. അപ്പോൾ ഈ 2 സാധനം വാങ്ങിച്ചു ഞാൻ. 52 ദിവസമല്ലേ പറഞ്ഞേ? 52 ദിവസം. അപ്പോൾ ഈ 2 സാധനം വാങ്ങിച്ചു നടാനായിട്ട്. പിന്നെ അവിടെ കുറേ സാധനങ്ങളുണ്ട്. അത് ഈ വഴുതനങ്ങ, പച്ചമുളക്, ഈ വഴുതനങ്ങ ആർക്ക് വേണ്ടത് അവിടെ അറിയപ്പെടുന്നത്. അപ്പം ഞാൻ വെണ്ടയ്ക്ക് നടാൻ പോവാണ്. സരിത കുറേ നാളുകൾക്ക് ശേഷം, അല്ല ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ,
നിങ്ങൾ അതിനിവിടെ വല്ലതും ചെയ്യണ്ടേ? ചേട്ടൻ വരും. നിങ്ങൾ അതിന് വല്ലതും ചെയ്യണ്ടേ ഇവിടെ? ചേട്ടനെ കാണാനില്ലല്ലോ. ഇവിടെ വല്ല പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അല്ല ചേട്ടൻ ചായ പാത്രം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. വല്ല പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ല വർത്താനം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലോ. അപ്പോൾ അല്ല ചേട്ടാ ഇവിടെ വരുന്നുണ്ട്. സരിത ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് അവിടെ കുറേ സാധനം. ഒരു ചായ എക്സ്ട്രാ ഉണ്ടാവോ? ചായ വേണം. എനിക്കല്ല ചേട്ടാ ചായ കുടിക്കണ്ടപ്പോൾ ചായ കുടിക്കാൻ തോന്നുന്നു. വേണ്ട 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 വരട്ടെ, ഞാൻ പറയാം പിന്നെ മതി. ഇപ്പം എന്നെ ഒന്നുള്ളൂ. ആ ചേച്ചിയോ? അതെനിക്കറിയാം ചേച്ചിയാവുള്ളൂ. ഇന്നൊരു സ്നാക്സ്, ഒരു ചായക്കൊക്കെ തിന്നാൻ പറ്റിയൊരു പലഹാരം, അത്ര ഉള്ളൂ. സിമ്പിൾ സാധനം. നമ്മുടെ ബീഫും കൊള്ളി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ കളിക്കാൻ പോവാ. വേണ്ട തൈ ഇപ്പം ഈ തണ്ണിമത്തൻ്റെ, പിന്നെ അവിടെ മുഴുവനുള്ളത് കംപ്ലീറ്റ് വഴുതനങ്ങയും പച്ചമുളകും നേന്ത്രവാഴ, ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ തൈകൾ, പിന്നെ ഇത് തക്കാളി, ഇത് മാത്രമല്ലോ നിറച്ച. ഞാൻ പിന്നെ എന്തെങ്കിലും വാങ്ങിക്കണ്ട. അല്ല വെണ്ടക്കായ കഴിഞ്ഞു. അപ്പോൾ വെണ്ടക്കായ നടാൻ ചൂടെ ക്ലീൻ ചെയ്യാനേ ഉള്ളൂ. എൻ്റെ അടുത്ത് കഴിഞ്ഞ എൻ്റെ മുന്നിലത്തെ ഞായറാഴ്ചയിലേക്ക് ഇവിടെ ക്ലീൻ ആക്കി തരുന്ന വാക്ക് തന്നതാ. കോഴികൾ എന്തോരം തിന്നും. ഇന്ന് കാലത്ത് ഒരു തോളത്ത് നിറയെ കൊണ്ടുപോയി അവിടേക്ക്. അവിടെ അതിനാകെ 5-8 കോഴിയല്ലേ ഉള്ളു ചേട്ടാ. അത് കാരണം കുറച്ചാ വേണ്ട ഒറ്റങ്ങൾക്ക്. ഇത് വന്ന് ഈ ധൈര്യമായിട്ട് ഇരുന്നതാങ്ങ. അവൾക്ക് ഇരിക്കാനായിട്ട് സ്ഥലം അതില്ലെന്ന് പറയുന്നത്, സബോള ചെയ്യാനായിട്ട്. നീ കൊണ്ടുവരാന്ന് പറഞ്ഞതാ മര്യാദക്ക്. നീ ഇതിരുന്ന് നോക്കിയാ. എനിക്ക് വേണ്ട, ഇത് പൊളിയും. ഒരു പൊളിയില്ല. ഞാൻ ഇരുന്ന് കാണിച്ചു തരണ. അത് വെയിൽ കൊണ്ടിട്ട് കുറച്ച് നാളായി ഇവിടെ കൊടുക്കുന്നത്. അത് പൊളിയില്ലെന്ന് ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞില്ലേ? ഓ നീ ഇരിക്കറി. ഒരു കുഴപ്പമില്ലോ. അടിയിലേക്ക് പോവും ഇരുന്നോളാൻ. ഇരുന്നു. അപ്പൊ എന്തൊരു തങ്ങി പഠിക്കുന്നത്? കുടിയിൽ കിടക്കണ ചെറിയ സ്റ്റൂൾ എടുത്തോണ്ടാ മതിയായിരുന്നു. ഇരിക്കുമ്പോ അങ്ങനെ കുഴപ്പമുണ്ടോ? പേടിച്ചിട്ടിരിക്കുന്നു. പേടിച്ച് അതന്നെ അതങ്ങനെ പൊട്ടൊന്നുമില്ല. ഏത് കടക്ക ഒന്നുമില്ല അല്ലേ പറിക്കുമ്പോ? എല്ലാവർക്കും മധുരക്കിഴങ്ങിനോട് വെറുപ്പായില്ലേ? എന്താ വേണ്ട ഇപ്പൊ മധുരക്കിഴങ്ങ് ചെടിയോട്? അതിന് അതിനോട് ശരിയാ. അതാരല്ല ചേട്ടൻ്റെ അവിടെ ഉണ്ടാവുന്ന സാധനങ്ങളൊന്നും വേസ്റ്റ് ആവില്ലല്ലോ. പടവലങ്ങി ഉണ്ടായത് മുഴുവൻ കൊണ്ട് അത്ര അധികം ഉണ്ടായിട്ട്. അതെ, കോഴിയില് പടവലങ്ങി ഇട്ട് വയ്ക്കും. പുല്ല് കുറയണ്ടേ? മിറ്റത്തെ മാവിലത്തെ മാമ്പഴം എന്തോരം ഞാൻ തിന്നാന്നറിയോ? അവിടുത്തെ മിറ്റത്തിൻ്റെ അവിടെ ഞാര് പോലത്തെ അത് മാമ്പഴ പുളിശ്ശേരിയുടെ മാമ്പഴം അല്ല അല്ലേ ശരിക്ക്? നമ്മുടെ ജോലിയുടെ വീട്ടിലുണ്ടായിരുന്നു ഒരു മാവ്. അതന്നെ അവിടുന്ന് ഇത് കൊണ്ടു വെച്ചതാ. വാങ്ങി വെച്ചിട്ടുള്ളതല്ലേ? അത് വാങ്ങി വെച്ചിട്ടുള്ള അത് ഈ നാടനല്ല. അതല്ല ഇത്ര വലിപ്പം പോണത്. ഞാൻ നാളെ ലുലുന്ന് മാമ്പഴം വാങ്ങിച്ചു. ആ മാമ്പഴത്തിന് എത്ര സാരി? 399 രൂപ. എങ്ങനെയുണ്ടത്? ടേസ്റ്റ് ഉണ്ടായിരുന്ന? ഒരു ഇവിടുത്തെ അല്ല, ഏതോ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനം ഉണ്ട്. ഒരു പ്രത്യേക മാമ്പഴം. ഒരു മോൾ വശം ഈ മറ്റേ സരിത പറഞ്ഞ കളറിൻ്റെ പേരെന്ന് പറയാ, കളറ് കീച്ച എന്ന് പറയാ. ഒരു കാപ്പി കളറിനെ പറഞ്ഞ നിങ്ങളൊരു മെറൂൺ കളറ്. ആ കളറിലുള്ള ഒരു മാമ്പഴം. അയ്യോ അത് കഴിയാന്. 1 കിലോ വാങ്ങിച്ചാൽ എത്ര മാങ്ങിണ്ടാവും? 1 കിലോ വാങ്ങിച്ചാൽ 2 മാങ്ങിട്ട്. അല്ല ഞാനത് കണ്ടപ്പോഴേ ലുലുവിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഒരു
ഒരു ആകർഷണം. ആ നല്ല ഭംഗിയുടെയാണ്. മാമ്പഴ ടൈം ആയിട്ടില്ലല്ലോ, അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഭംഗി. അപ്പോൾ അങ്ങനെ 2 വാങ്ങിച്ചാണ്. സരിതിക്കൊന്നും ഇഷ്ടമായില്ലേ? ഞാൻ കഴിച്ചിട്ടില്ല ഇത്. ആരെ പറഞ്ഞു? നിനക്കൊക്കെ തന്നു. ഞാൻ കഴിച്ചിട്ടില്ലേ? ചേട്ടൻ എന്നോട് കടിച്ച് ഈമ്പി കഴിക്കാൻ പറഞ്ഞേ. അതല്ല ഇഷ്ടമില്ല അത്. അല്ല പല്ലിന്റെ ഉള്ളിലൊക്കെ ഞാര് പോവും എനിക്കത് കാരണം. അതല്ല, അത് സാധാരണ ഊച്ചാളി മാമ്പഴം. അതിന് 80-70 രൂപയുള്ളോ. എന്തൊരു നമ്മുടെ അടുത്ത് വാങ്ങിച്ചതല്ലേ? അല്ലല്ലേ, കുറച്ചാളായി. ആ, ഇത് കഷ്ണങ്ങളായിട്ട് അലുവ കഷ്ണം പോലെ തന്നത്. ആ, അത് കഴിച്ചു. ഇന്നാള് വാങ്ങിച്ച മാമ്പഴം അയ്യ, അതൊന്നിനും കൊള്ളില്ല. ചാവറ് അത് ഞാൻ കഴിച്ചില്ല. വെറുതെ ചേട്ടൻ ഞങ്ങക്ക് തരാൻ. അത് കംപ്ലീറ്റ് തേങ്ങ ഈമ്പി കുടിക്കണ്ടാവും നമുക്ക്. കഴിച്ചു നോക്കി കഴിഞ്ഞിട്ട് പൊട്ട ടേസ്റ്റ് ആണെന്ന് കണ്ട പിന്നെ ചേട്ടൻ ഫുള്ള് അത് അവസാനിപ്പിക്കും. നല്ലതാണെങ്കിൽ മാത്രമേ ഇവർക്ക് കൊടുക്കുള്ളൂ. എന്താ ഇവര് കഴിക്കില്ല ആ സാധനം തൊലി ചെത്താൻ പറ്റില്ല. അതിങ്ങനെ മോൾ വശം ഇങ്ങനെ ഒറ്റ ആക്കിയായിട്ട് പിന്നെ ഞെക്കി ഈ ബീമ്പി കുടിക്കണം. ഇവർക്ക് അത് പറ്റില്ല. ഇവരാരും അങ്ങനെ കഴിക്കില്ല. പിന്നെ സരിത പറയാല് പുഴുണ്ടാവുന്നു. ഉടച്ച് അങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ലോകത്തിലൊന്നുമില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമില്ല. പുഴുണ്ടെങ്കിൽ പിന്നെ മറ്റേ ഈ വിഷം ഉണ്ടാവില്ല നർത്തം. പക്ഷെ പുഴുണ്ടാവില്ല, അതിൽ പുഴുല്ല. ഞാൻ അതിന് തന്നെ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് നോക്കി നോക്കും. ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം എടുക്കുള്ളൂ. അപ്പൊ ഇവർക്ക് ഇഷ്ടമില്ല കണ്ടിരുന്നിട്ടാ. സബോള അരിഞ്ഞതിട്ടു, മല്ലിയില അരിഞ്ഞതിട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം, ഇതൊക്കെ വെണ്ടക്കായ. ഇതൊക്കെ ഈ വെണ്ടക്കായ ഉണ്ടായിട്ട് വെട്ടി നിർത്തിയിട്ടുള്ള മുരടിച്ച സാധനങ്ങളാ. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ അരിപ്പൊടി, 2 സ്പൂൺ കടലമാവ്, മിക്സ് ചെയ്തപ്പോഴേ ഇതിൽ പൊടി ഐറ്റംസ് കുറവാ. അപ്പോൾ കുറച്ചും കൂടി പൊടി ഇടണം കേട്ടോ. അരിപ്പൊടി ഇട്ടു, കടലമാവ് ഇട്ടു, ഇതിലേ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊരു കുറച്ച് കുഴമ്പ് പരുവം പോലെ ആക്കാട്ടാ. അവിടുത്തെ പുല്ല് ചേർത്തിട്ട് ഒരുവിധം കഴിഞ്ഞു. മഴ പെയ്തപ്പോഴേ പുല്ലിൻ്റെ വളർച്ചയുണ്ട് ഇരട്ടി തേങ്ങ. ഊർജം കിട്ടിയില്ലോ. നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനം കിട്ടാന്ന് പറഞ്ഞില്ലല്ലോ. ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇപ്പം ഉണ്ടാക്കിയേക്കണ മിക്സ് ഉണ്ടല്ലോ, ഈ മിക്സ് ഇതുമിങ്ങനെ ബ്രെഡുമിങ്ങനെ കൂട്ടിയും എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അപ്പുറപ്പുറം തിരിച്ചിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. നമ്മൾ മീൻ വറക്കണ പോലെ ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട. കുറേ വെളിച്ചെണ്ണ വെച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട റീലാണ് കേട്ടോ. അതാണ്. ഞാൻ ഷോപ്പിലായിരുന്നു. ഷോപ്പിൽ വരുന്ന ആളുകൾ വിചാരിക്കും അവിടെ വരുമ്പോൾ എന്നെ കാണും, വീഡിയോയിലും എന്നെ കാണുമ്പോൾ വിചാരിക്കും കുമ്പിടിയാണോ. അവിടെയുണ്ട് ഇവിടെയുണ്ട്. ഞാൻ വീഡിയോകളിലൊക്കെ ഞാനുണ്ട്, ഷോപ്പിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഈ ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഇട്ട് കണ്ടോണ്ടാ അവളെ കടയിൽ നിന്ന് പിടിച്ചോണതാ. എന്നെ പിടിച്ചോണതാ. വീഡിയോ എടുക്കുന്നുണ്ട്, നിന്നെ ഞാൻ കൊണ്ടുവരാൻ തരും എന്ന് പറയും, വിളിക്കും. അപ്പം ഞാൻ വരണ ചേട്ടൻ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന വീഡിയോ അല്ലേ, ഇങ്ങനെ പറമ്പിൽ വീഡിയോ ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ അപ്പോൾ ചേട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അങ്ങനെ ഞാൻ ചോദിച്ചേ, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചോദിക്കൽ നിർത്തി. വരാണെന്ന് പറയുമ്പോൾ ശരി എന്ന് പറയും, എന്നിട്ട് ഞാനിങ്ങോട്ട് പോരും. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കാം, അല്ലെങ്കിൽ അതിൽ ചെയ്യണത് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കണ്ട. അപ്പോൾ അതുപോലെ തന്നെ ഷേപ്പിലാക്കാം. അയ്യോ അല്ല ചേട്ടനിക്ക് ചായ കൊണ്ടെന്നാ. താങ്ക് യു. ചേച്ചിയുടെ അടുത്ത് വരാൻ പറയും. നല്ല ഭംഗിയുള്ള കോട്ടൻ്റെയും മൽക്കോട്ടൻ്റെ ഒക്കെ കുർത്തികൾ ഇപ്പോൾ പുതിയത് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും. ഇന്ന് മതി. ചേട്ടനും ഇവനും വേണ്ട, അല്ലെ ചേട്ടൻ്റെ അടുത്ത് വേണ്ട, ചായ വേണമെന്ന് പറഞ്ഞോളൂ.
നമ്മുടെ ഇവിടുത്തെ പുല്ലിയത്തിൽ കഴിഞ്ഞു. അതിലേക്ക് വെള്ളം ഇട്ടിട്ട് ഇനി കൊത്തി കളച്ചിട്ട് ചാണപ്പൊടി കൊണ്ടുവന്ന് തട്ടി നമ്മൾ നടാൻ പോകണം കേട്ടോ. ചാട്ടുപെടുന്നതാണ് പണി. പാത്രം അടപ്പത്ത് വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് മാർച്ച് 6-ാം തീയതി അല്ലേ? എന്നാ മാർച്ച് 6 അതെ. ഇനി ഇന്ന് മാർച്ച് 6 അല്ലേ? മണി നമ്മുടെ കലാഭവൻ മണി മരിച്ചിട്ട് 10 കൊല്ലമായി. ഇന്നത്തെ ദിവസമല്ലേ? 10-ാം കൊല്ലമല്ലേ ഇന്ന്? കൊല്ലം പേപ്പറിൽ കണ്ടു തോന്നുന്നു. ഇന്നത്തെ പേപ്പറിൽ മണി ഞാനും ഏകദേശം ഒരു പ്രായക്കാരാണ്. ഒരു പ്രായക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ മണിയേക്കാൾ ഒരു 1.5 വയസ്സിന് മൂത്തതാ. സരിതാ 1.5 വയസ്സിന് മൂത്തതാ. അപ്പം മണി പാടുന്ന പാട്ടുകളൊക്കെ ഇല്ലേ, പഴയ ഈ ദാരിദ്ര്യമുള്ള പാട്ടുകളൊക്കെ, അങ്ങനത്തെ പാട്ടുകളൊക്കെ. ബെസ്റ്റ് ചായ ഉണ്ടാക്കിയിട്ടില്ല, കടുപ്പത്തുള്ള ചായ അല്ലേ? ആ പാട്ടുകൾ എനിക്ക് വേണ്ട പാട്ടുകളൊക്കെ നമുക്കും അതിൻ്റെ അനുഭവങ്ങൾ വരുന്ന ടൈപ്പ് പാട്ടുകളാണ് കുറേ പാട്ടുകൾ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് മണീനെ പോലെ കുറേ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു പണ്ട്. എല്ലാ തരത്തിലുള്ള കൂട്ടുകാരന്മാരുണ്ടായിരുന്നു എനിക്ക്. അതായത് ഭയങ്കര സാമ്പത്തികമായിട്ട് തീരെ ഇല്ല എന്നുവെച്ചാൽ ഹൈ ലെവലിൽ എല്ലാ ടൈപ്പുണ്ട്, ഇടത്തരക്കാർ കംപ്ലീറ്റ്. പക്ഷേ എനിക്ക് കൂടുതൽ കൂട്ടുള്ളത് ഈ തീരില്ലാത്തവരായിട്ടുള്ളായിരുന്ന കൂട്ടുകൾ. പണ്ട് കാലത്തൊക്കെ പോകുമ്പോഴേ അവർ വീടിൻ്റെ ബാക്കിലേക്കാണ് നമ്മൾ പോവുക. കാരണം വെച്ചാൽ കൂട്ടുകാരന്മാരൊക്കെ നമ്മുടെ പ്രായക്കാരുള്ളപ്പോൾ അവർ വീടിൻ്റെ ബാക്കിലേക്ക് പോവുക. എന്തത് വീടിൻ്റെ ബാക്കിൽ പോണേ? ഫ്രണ്ടിൽ കൂടെ കയറാണ്ട് അല്ല, വീടിൻ്റെ സ്വഭാവമല്ലല്ലോ. കുഞ്ഞു കിടാങ്ങളായിരിക്കുമ്പോഴാണ്. അപ്പോൾ ഈ വീടിൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചില വീടുകളുടെ ബാക്കിൽ ഈ അരിനെല്ലി കുറേ സാധനങ്ങളുണ്ടാവും. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതുകളിൽ നമുക്ക് തിന്നാൻ പറ്റുന്നത്, ചാമ്പയ്ക്കൊക്കെ തേങ്ങ മാങ്ങിക്കുണ്ടാവും. അപ്പോൾ ഇത് വയ്ക്കാൻ പോണു. അടിപൊളി. ഓരോന്നും ഇങ്ങനെ മുക്കിയിട്ട് വെക്കാൻ പോവാം. പറഞ്ഞു ചേട്ടൻ. അപ്പം ഈ ദാരിദ്ര്യകാലല്ലേ? അപ്പോൾ വീടിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ കായും തേങ്ങ സാധനങ്ങളൊക്കെ നമുക്ക് പൊട്ടിച്ച് തിന്നാൻ പറ്റും. അതാണ് ഈ പിന്നിലേക്ക് പോണ ഉദ്ദേശം. പിന്നിലേക്ക് പോകുമ്പോൾ എന്താ ഈ ഇവരൊക്കെ ചേച്ചിമാർ ഇവരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല പല കൊട്ട നെയ്ത്ത്, ബീഡി തെറുപ്പ്, അങ്ങനത്തെ കുറേ പണികൾ അവർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായ? അന്നത്തെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഉണ്ടാവും കൊട്ട നെയ്ത്ത്. കൊട്ട നെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾക്കൊന്നും അറിയില്ലേ, തീ കത്തുന്നില്ലേ ശരിക്കും. കുറച്ചതാ തീയില് കാച്ചണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അല്ല, അത് ആക്കി വരുമ്പോ അല്ലെങ്കിലേ കരിയും. അങ്ങനത്തെ ഒരു കാലായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൈത്തൊഴിലുകൾ അറിയാം അല്ലേ? വീട്ടിലിരുന്നിട്ടായാലും കൈത്തൊഴിൽ ജീവിക്കണ്ടേ? അല്ല, മണി പാടുമ്പോഴേ അങ്ങനെ ചെയ്യും. നമുക്ക് ഓരോ വീഡിയോകൾ കാണുമ്പോൾ, അല്ല വീഡിയോകളല്ല, ഓരോ പാട്ടുകൾ പാടുമ്പോൾ നമുക്കത് നമ്മുടെ ചെറുപ്പകാലത്തിൽ എനിക്ക് ചിലവ് ഒരു വീട്ടിലേക്ക് പോയി ഇപ്പോൾ അവിടെ ഈ അരിനെല്ലിയാണ്, അരിനെല്ലി മരമുണ്ട്. ഈ മരത്തുമെന്ന നല്ല ഹൈറ്റിലെ അരിനെല്ലിയാണ്. അതുമെന്ന് അറച്ച് ഇങ്ങനെയുണ്ട്, നെല്ലിക്ക് ഇങ്ങനെയുണ്ട് നോക്കിയാൽ ഇങ്ങനെ ഉണ്ടായി പോയിട്ടുണ്ടാവും. നല്ല പഴുത്തത് മുകളുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും വലിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിവശം ഈ മറ്റേ മുണ്ടലക്കണത് ആ ചെടിയും ഒക്കെ കൂടി കിടന്നിട്ടുള്ള കല്ലൊക്കെ ഇല്ലേ, ഇത് ഈ മരം ഈ അരിനെല്ലി ഇങ്ങനെ കുലുക്കി കഴിഞ്ഞില്ലേ ഒക്കെ വീണത് ഈ ചെടിയിലാ, കംപ്ലീറ്റ് ചെടിയിൽ. ആ ചെടിയിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരൻ കയറി കുലുക്കി പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലത്തെ വലിയ കമ്പുകളാണ്. അത് ചെളിയിൽ വീണതൊക്കെ ഞങ്ങൾ പറക്കിയെടുത്ത് അതൊക്കെ കഴുകി അതിങ്ങനെ തിന്ന് നടക്കും, ഉപ്പും കൂടിയിട്ട്. ഒരു എന്താ പറയുക, നമുക്ക് ഇതൊന്നും തോന്നില്ല, എന്താ പറയുക, അറപ്പ് അല്ലെങ്കിൽ നമുക്ക് അത് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈജീനിക്കാണോ തേങ്ങയാണോ മാങ്ങയാണോ ഒന്നുമില്ല. അങ്ങനത്തത് അത് എങ്ങനെയും വിശപ്പടക്കുക എവിടെയെങ്കിലും എന്തൊക്കെ പോയി തിന്നാ. മാങ്ങ, മാമ്പഴം, കാശിമാവ്, പിന്നെ മുള്ളമ്പഴം, ഇങ്ങനത്തെ ഓരോന്ന്, ഈ കാരപ്പഴം, അങ്ങനത്തെ ഇതൊക്കെ, കൊങ്ങിണിക്കായ, ഇതൊക്കെ അയ്യോ ഇങ്ങോട്ട് വെള്ളം വന്നു വർത്താനം പറഞ്ഞ്. അല്ല, അപ്പം അങ്ങനെ മണി മരിച്ചിട്ട് 10 കൊല്ലമായിരുന്നു. ഭയങ്കര ഒരു ദുഃഖം ഇപ്പോഴും മനസ്സിൽ നിൽക്കണു. ഞാൻ കലാഭവൻ മണിയുടെ പാട്ട് ആദ്യമായിട്ട് കേൾക്കണ ഏതാണെന്നറിയോ? പൊട്ടണ് പൊട്ടണ് എൻ മനം അത് പിന്നെ കേട്ടോ പാട്ട് നിരോധിച്ചു.
ചൂളമരത്തിൻ്റെ കായ പോലെ ആ പാട്ട് എന്തടി നാത്തൂനെ കണ്ടിട്ട് മിണ്ടാത്തേ കാലക്കേടെങ്ങാനും വന്നു സംഭവിച്ചോ വന്നു ഭവിച്ചോ എന്നാ സംഭവിച്ചോ ആ സംഭവിച്ചോ 12:10 ആ 12:10 ഹോണടി കേൾക്കുമ്പോൾ കണ്ണുകളെല്ലാമേ വടക്കോട്ടല്ലേ അങ്ങനെയല്ലേ പാട്ടെ അതെനിക്കറിയില്ല ആദ്യത്തെ രണ്ടുപേരെ അറിയുള്ളൂ എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പ്രീതിയുടെ കല്യാണം കഴിഞ്ഞ ടൈമിലാണ് അപ്പോൾ മറ്റേ പാട്ട് മറ്റേ പാട്ടില്ലേ ഈ ഓടേണ്ട ഓടേണ്ട ആ ഓടണ്ട ആ പാട്ട് അതെ ഇവിടുന്ന് പുത്തൂർക്ക് പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ പാട്ട് മാത്രമേ കേൾക്കാറുള്ളൂ ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട ഓമേന പൂമുഖം വാടിടേണ്ട കംപ്ലീറ്റ് ബസ്സിൽ മണിയുടെ പാട്ട് തന്നെയുള്ളൂ ഈ പാട്ട് തന്നെ ഇങ്ങനത്തെ പാട്ടുകളേ ബസ്സുകളിലേ എല്ലാ ബസ്സിലും പാട്ടുണ്ടല്ലോ നീല സാരി വാങ്ങിത്തരാം നീണ്ട കരാമുണ്ട് തരാം എൻ്റെ കൂടെ പോരുമോ നീ മാറ്റി നീ കാണാൻ ആ പാട്ട് കേട്ടിട്ടുണ്ടോ സരിത വേറൊരു പാട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പാടാറുണ്ടല്ലോ ചേട്ടൻ അയ്യോ അതേത് പാട്ടായിരുന്നു എന്താ സരിത ആ കൈ കഴുകിയിട്ട് വന്ന് കഴിച്ചു നോക്കിയത് എങ്ങനെയുണ്ടെന്ന് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഇത് സേവ് ചെയ്ത് വെച്ചത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ചിട്ട് ഉണ്ടാക്കി നീ ആ അല്ല എനിക്കത് കണ്ടപ്പോഴേ അതിന് കുറച്ച് മാറ്റങ്ങൾ ഞാൻ വരുത്തി അവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പെരുംജീരകമൊന്നും ചേർക്കണില്ല പിന്നെ ഇത് കംപ്ലീറ്റ് മൊരിച്ചെടുക്കല്ലേ ചെയ്ത് അതിൽ വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണ നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ അത്യാവശ്യം നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കണം അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും ചൂടായ ബ്രെഡ് തിന്നാനോ വെറുതെ ബ്രെഡ് തിന്നാനോ രസം കൂടുതൽ അതെ എന്നാ ഞാൻ ബാക്കിയുള്ളതാക്കുള്ളേ ചൂടാണ് കേട്ടാ അല്ല ഏതാ ചൂട് എല്ലാം ചൂടാ ഇപ്പന്നെ എടുത്തോളൂ ആ നല്ല ചൂടുണ്ട് തോന്നണേ രസമുണ്ട് പെരിഞ്ചീരകം ഇട്ടുണ്ടല്ലേ ആ നല്ല രസം പെരിഞ്ചീരകത്തുമ്പോൾ കഴിക്കുമ്പോൾ അതെ മാവ് കുറവ് പോലെ ഉണ്ടാ സബോളയും ഇതുകളൊക്കെ കൂടിയിട്ട് അരിപ്പൊടിയും ഇതും കുറവുള്ള പോലെ തോന്നുന്നുണ്ടോ ഇത് മതി ഇത്ര തന്നെ മതിയാ ഭയങ്കര ചൂട് എനിക്ക് കഴിക്കാൻ പറ്റില്ലേ അതെൻ്റെ കുഴപ്പമില്ല അതിന് ചൂടിനെ ഇത് ചെയ്യാനായിട്ടേ രസമാണ് സാധനം എന്തൊക്കെ പലഹാരങ്ങൾ ആൾ കണ്ടെത്തുന്നില്ലേ ഓരോ ദിവസം ചെല്ലു തോറും പണ്ട് കുറച്ച് പരിപ്പാടിയുണ്ട് ഉഴുന്നുവടയുണ്ട് ആളിയുണ്ട് കോഴിക്കോട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പുതിയത് വന്നാലും അതിനൊന്നും വെല്ലാൻ ആർക്കും പറ്റില്ല അല്ലേ ആ രണ്ടെണ്ണം തിന്നു കഴിഞ്ഞു ഓതി അടക്കാൻ പറ്റില്ല എനിക്ക് ഓരെണ്ണം കൂടി എടുക്കാൻ പോകാട്ടാ എവിടെ ഉണ്ട് എടുക്കട്ടെ സരിത അവർക്കൂടെ കളണ്ടാവില്ലേ ഉണ്ട് അല്ലേ അടിപൊളി ടേസ്റ്റുള്ള സാധനം അടിപൊളി ടേസ്റ്റുള്ള സാധനം കേട്ടാ അത് കുതിർന്നു തുടങ്ങി അവിടെ ഇപ്പോൾ കൊത്തി കളച്ചിട്ട് ചാണകം ആ ഞാൻ കുതിർന്നു തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ബ്രെഡാണ് അവ കുതിർന്ന് വിചാരിച്ചു ഇത് ഈ അരിപ്പൊടിയും ഇതിട്ടതിന് പകരം മുട്ട കോഴിമുട്ട കലക്കിയിട്ടേ അതിൽ ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇതുപോലെ ബ്രെഡ് മുക്കി വറക്കാൻ തോന്നുന്നുണ്ട് അല്ലേ അങ്ങനെ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുട്ടയുടെ ഒരു മണം ഉണ്ടാവും അതന്നെ അത് വേണ്ട ആ അതന്നെ അത് വേണ്ട ഞാൻ നിർത്തി ഇതേ 3 എണ്ണം അസോള കോരിയിട്ട് കുറച്ച് ദിവസമായി തോന്നുന്നു തിങ്ങി നിറഞ്ഞു അതില് അസോള നിറഞ്ഞു ആ കോഴികൾക്ക് എന്തോരം ഇട്ട് കൊടുക്കാൻ പറ്റും അതെ കോഴികളാകെ 5-8 ഉള്ളു കുറച്ച് കോഴികളെ മേടിച്ചാലോ നമുക്ക് കോഴികളെ പത്തനംതിട്ട ഒരു ഫാമിലി വരും എന്ന് ഏപ്രിൽ മാസത്തിൽ വരുമ്പോൾ വീട്ടിലേക്ക് അവരെന്തിനാ വരുന്നത് അറിയോ അസോള വേണമെന്നവർക്ക് ആ അയച്ചരാന്ന് പറയായിരുന്നില്ലേ അവർക്ക് നമ്മളെ കാണണം അപ്പൊ വന്നോട്ടെ അസോളയും കാണണം നമ്മളെ കാണണം അതിന് വേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞു അസോള അവിടെ ഈ കൃഷിയുടെ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു ഇത് പാഴ്സലായിട്ട് അയക്കാൻ പറ്റില്ല എന്നുണ്ട് അല്ലേ പാഴ്സലായിട്ട് അയക്കണവരുണ്ട് അല്ല വേണ്ട പക്ഷെ നമ്മളെ കാണാൻ പറ്റില്ലല്ലോ ആ
നമുക്ക് പാഴ്സലായിട്ട് അതിൽ പോവാം. പത്തനംതിട്ട എവിടെയാ നമ്മൾ പോയ ഭാഗമാണോ അറിയില്ല. കാസർഗോഡ് നിന്നൊരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കടയിലേക്ക്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, കാസർഗോഡ് നിന്നൊക്കെ അവിടെയൊക്കെ തുണിക്കടയില്ലാണ്ടാണോ നമ്മുടെ കടയിലേക്ക് വരണേ? ഇതിലെ സരിതാ ആ അത്യാവശ്യത്തിന് വളമുണ്ട്. നീ ചാണപ്പൊടി ഇടണ അതില്. ഞാൻ പറഞ്ഞ കേക്കോ ചേട്ടൻ? ആ നീ പറഞ്ഞ കേൾക്കും. നന്നായിടണ്ട, നന്നായിടണ്ടാന്ന്. അപ്പൊ നേരെ കുടിച്ചിട്ടല്ലേ? ആ കേട്ടോ, നല്ല മനോഹരമായി തടായി ഇവിടെ മാറിയിട്ടാ. മറ്റേ വളോ? മറ്റേ വളം ഉണ്ടാക്കിയത് വല്ലേനും ഒഴിക്കണ്ടാ? എന്തൊരു മറ്റേ വളം ഉണ്ടാക്കിയത് വല്ലേനും ഒഴിക്കണ്ടോന്ന്? ആ മത്തങ്ങിക്കും കുറെ സാധനങ്ങളൊക്കെ ഒഴിക്കുന്നുണ്ട് ചേട്ടാ. നമുക്ക് നടാൻ പോവാം. വേണ്ട നടന്നു കേട്ടാ. 30 അയ്യോ കുതിർന്നിരിക്കുന്ന തേങ്ങ ഇതാ. ആ ദേവൻ അയ്യോ ഇതടർന്നു. ഇത് കുഴപ്പമില്ല. ഇത് സാധാരണ വെണ്ടയാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. വെണ്ട നമുക്ക് മടുക്കില്ല കേട്ടാ വെണ്ട. അല്ല സരിത, വഴുതനങ്ങയൊക്കെയാണ് 2 ട്രിപ്പ് ഉപ്പേരി വെച്ചാ മടുത്തു അല്ലേ? വഴുതനങ്ങ അധികം ഉണ്ടായി കിട്ടണം എന്നില്ല കേട്ടാ. മറ്റേ നമ്മുടെ തണ്ണിമത്തം നാളെ നടാൻ പറ്റില്ല. നാളെ നടുള്ളൂ. ഞാൻ കോളക്കോഴികൾ നല്ല കരച്ചിലല്ല, കൂവാ 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 കൂവാന്ന് പറഞ്ഞിട്ട്. സരിത ആ കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി വെച്ച മാവ് കഴിഞ്ഞു. സരിത നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പെൺകുട്ടിയുടെ അച്ഛൻ സിനിമ നിർമ്മിച്ചത് മാതിരില്ലേ? അത് ഏത് സിനിമയാ പറഞ്ഞത്? അത് മഴനിലാവ്. മഴനിലാവ്, നസീറിന്റെ പടം. അതില് നല്ല പാട്ടുകളില്ലേ? അതില് നല്ല പാട്ടുകളുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് രവീന്ദ്രൻ മാഷിന്റെ സംഗീത. അത് പാടണമെങ്കിൽ യേശുദാസിനും ചിത്രക്കന്നെ പറ്റുള്ളൂ. അതായത് ആ കുട്ടിയുടെ അച്ഛന്റെ പേര് ദിവാകരൻ എന്നാണ് പേര്. നിർമ്മാതാവ് ദിവാകരൻ തന്നെയല്ലേ പേര്? അതെ, ബിന്ദു ദിവാകരൻ അങ്ങടാന്ന് തോന്നുക ചേച്ചിയുടെ പേര്. രാവിൽ രാഗനിലാവിൽ എന്നാത്മനാഥൻ വന്നെങ്കിൽ. ശ്വാസം കിട്ടില്ല. അങ്ങനെയാണ് ആ പാട്ട്. 1983 ഇറങ്ങിയ പടന്ന്. നസീറാണ് നായകൻ, പൂർണിമ ജയറാം. അപ്പം നസീറിൻ്റെ വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ആ സമയത്തുള്ള വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ വേഷം. കാര്യനിസാരം സിനിമയ്ക്ക് കണ്ടിട്ടില്ലേ? സെയിം വേഷം. അതേപോലെ തന്നെ നല്ല ഭംഗിയിലൊരു. ഞാൻ ഇത്തിരി നേരം കണ്ടു നോക്കിയ പടം യൂട്യൂബിൽ. അത് കമന്റ് വായിച്ചപ്പോൾ കഴിഞ്ഞു പരിപാടി. ചേട്ടാ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം അല്ലേ? അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. ഇങ്ങോട്ട് വിളിക്കണോ? ഇങ്ങോട്ട് വിളിക്ക്. അല്ലേടേ അതേ വരുന്നു കേട്ടോ. അത്ര ഉള്ള കാര്യം. എനിക്കത്ര സൗണ്ട് ഇല്ലല്ലോ. ഇവർക്കൊക്കെ ഭയങ്കര സൗണ്ടാ. കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങോട്ട് ഇവിടെ അനിലൻ ചേട്ടൻ്റെ വീട്ടിലുള്ള ഞാൻ നിൽക്കണത്. അനിലൻ ചേട്ടനും സജീവനും ചെറുചേട്ടൻ അങ്ങനെ സംസാരിക്കാൻ വരാറില്ല, ഷാജേട്ടനും വരാറില്ല, വലിയേട്ടൻ. ഇവർ ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ പിരികേറ്റും. എന്നിട്ട് ഇവരുടെ അടുത്ത് ഞാൻ തല്ലൂടാന്ന് പറഞ്ഞാൽ തമാശയ്ക്കുള്ളത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് കൗണ്ടർ അടിച്ച് അങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അങ്ങോട്ടും പറയും. ഇവരുടെ അടുത്ത് ജയിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ, ഇവരുടെ സൗണ്ടിനേക്കാളും നമ്മുടെ സൗണ്ട് ഉയർത്തി സംസാരിക്കണം. അപ്പോഴവരുടെ അടുത്ത് നമുക്ക് പിടിച്ചിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടൊന്നും ഇതായിപ്പോവും. അങ്ങനെ ഇവിടെ സംസാരിച്ചിട്ട് പിന്നെ കുറച്ച് നാൾ കൂടുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോകുമല്ലോ. അങ്ങനെ ഞാൻ കണ്ണംകുളങ്ങരയ്ക്ക് ചെന്നിട്ട് അവരുടെ അടുത്ത് സാധാരണ പോലെ വർത്തമാനം പറയണതും ഭയങ്കര ഉറക്കെ. അപ്പം അമ്മ, നീ ഇതെന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കണം? നിനക്ക് സാധാരണ പോലെ സംസാരിച്ച പോരെ, ഞങ്ങൾക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് ഇവിടെ അങ്ങനെ ഉറക്കം സംസാരിച്ചിട്ട് എനിക്ക് വീട്ടിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ശബ്ദം താഴ്ത്താൻ പറ്റണില്ല. അങ്ങനെയായിരുന്നു ഞാൻ. പിന്നെ ശബ്ദമൊക്കെ സാധാരണ പോലെ. ഏയ് ഇല്ല, അതൊന്നും ശ്രദ്ധിക്കില്ല. ട്രൗസർ ഇട്ട് നിൽക്കുമ്പോഴാണ് ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത്. മുണ്ട് കൊടുത്തിട്ടല്ല ചേട്ടനെ കാണാൻ ചേച്ചി ഇപ്പം ഇവിടെ കണ്ടല്ലോ. കഴിഞ്ഞു അങ്ങോട്ട് മാറി. നീ പല്ലിന്റെ എടുത്തിട്ട് കമ്പി എടുത്തിട്ട് രസമുണ്ടാ.
രസമല്ലേ? ആ എനിക്ക് ഓരോ തിന്നാൻ തോന്നുന്നുണ്ട്. ചിരിച്ചിട്ട് വരണോക്ക് 3 തിന്നു. ചേച്ചി പല്ലിന്റെ ഇടയിൽ പൂഞ്ചിട്ടാ പല്ലിന്റെ ഇടയിൽ പോയി എന്നിട്ട് ക്ലീൻ ചെയ്യുന്ന സാധനല്ലേ, ഒറ്റടി അടിച്ച പോരെ. വണ്ടീന്റെ സർവീസ് ചെയ്യണം, അടിക്കില്ല വേണ്ടോ? ആ പ്രഷർ പമ്പൊക്കെ ഉണ്ട് അപ്പൊ വീട്ടില് പല്ല് ക്ലീൻ ചെയ്യാനുള്ളത്. ഞാനൊരെണ്ണം തിന്നോക്കട്ടെ ടേസ്റ്റ്. ജഗുവിനെ വിളിക്കട്ടെ. ഇതിന് വേണ്ട, ഇതിനോട് താല്പര്യമില്ല. ഞാൻ കുഞ്ഞിതിരിക്കണ്ട കേട്ടോ സരിത. അത് എങ്ങനത്തെ വേണം എടുത്തതിന് എൻ്റെ അടുത്ത് അല്ലാതെ വേണ്ടായിരിക്കും. വെള്ളം വിടാം. ജഗു ആ ആ രസമുണ്ടല്ലേ? നമ്മുടെ അതും കൂടി എടുത്തോ. നമ്മുടെ കയ്പക്കായ നോക്ക് ഞാൻ നട്ടത്. അടിപൊളി. ഇത് സാധാരണഗതിയിൽ ഒരിക്കലും ഇതുപോലത്തെ ഒരു വളർച്ച ഉണ്ടാവാറില്ല. നമ്മൾ വിത്ത് കൊണ്ടുവന്നിട്ട് നടുന്നതാണ് ചെയ്യുക. മണ്ണത്തിൽ നിന്ന് വിത്ത് വാങ്ങിക്കും. 10 രൂപ ഒരു പാക്കറ്റിന് 6-8 വിത്ത് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സൂഡോമോണസില്ലേ, സ്വല്പം സൂഡോമോണസിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ അരമണിക്കൂർ നേരം വിത്തിട്ട് വെച്ചു. സാധാരണഗതിയിൽ മുളയ്ക്കാറില്ല, ഏത് കയ്പക്കായ വിത്ത് മുളയ്ക്കാറില്ല. എന്നിട്ട് അതിലിട്ട് വെച്ചിട്ടാണ് കുഴിച്ചിട്ടപ്പോൾ നോക്കിയത് വളർച്ച നോക്ക്. എല്ലാതും മുളച്ചു. 2, 4, 6 വിത്ത് 6-7 വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിട്ട് മുളച്ചു. പോയി ഇനി ഉണ്ടാവില്ല. പക്ഷെ കലക്കനായിട്ടുണ്ടായില്ലേ, അല്ല വളർച്ചയില്ലേ, നല്ല വളർച്ചയില്ലേ. ഇതിന് പന്തല് കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഇട്ട് കളച്ച് ഭംഗിയാക്കാം. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ പന്തലുകൾക്കൊക്കെ റെസ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ റെസ്റ്റ് അനുവദിക്കില്ല. മറ്റേ ഈ മാമുക്കായി പറയില്ലേ, കുറച്ചാളായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി ഞാൻ ഇവന് റെസ്റ്റ് അനുവദിക്കില്ല. കീലേരി അച്ചു കാലെടുത്ത് പോന്നോ സരിത. കയ്പക്കായ്ക്ക് പന്തലിടാറായി കേട്ടോ. അവർ കൂടാരത്തിന്റെ ശരിയൊക്കെ എന്നാ വരാ? നാളെയാണോ? നാളെ ചിലപ്പോൾ വരുന്നത്. ആ അത് മുരളിയേട്ടനല്ല, അവർ വന്നിട്ട് സുമേഷ് വന്നിട്ട് കാര്യം ശരിയാക്കട്ടെ. സുമേഷൊക്കെ നാളെ വരും. അവർ വന്നിട്ട് അത് ഫിറ്റ് ചെയ്യണം. എന്നിട്ടാണ് പിന്നെ ഇവർക്ക് വന്നിട്ടുള്ള തിങ്കളാഴ്ച വരുള്ളൂ അല്ലേ? അവർക്ക് തിങ്കളാഴ്ച ഇനി വരുള്ളൂ. അവർക്ക് ധൃതിയില്ല. ഓരോ വലിയ ചീരയൊക്കെ വാടിയിട്ട് എനിക്ക് കഴിഞ്ഞിട്ട് കൂത്ത് കണ്ട. അങ്ങനത്തെ ആനച്ചീരകളാണ്. പറഞ്ഞിട്ട് കട കണ്ട കൂപ്പിന്ന് തടി വെട്ടിക്കൊണ്ടിരുന്ന പോലെ ഉള്ളത് വെക്കാനുണ്ട് ഓരോന്നിൻ്റെ. കമ്പോസ്റ്റിന് അതൊക്കെ അത് 2 അപ്പുറത്ത് നോക്കി. ഞാനിത് നോക്കട്ടെ. സരിത ഉഗ്രം മുള്ളൻ ചീരയാണ്. പരിപ്പിട്ട് വയ്ക്കാൻ പറ്റിയ സാധനം അത്. മൂന്ന് കാല് ശരി സെറ്റായി മതി. ഇതിന് ഒരു ചിരട് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണ്ട് ശരിക്ക് കയറി. അപ്പോൾ കയ്പക്കായ ഇത് വിളിക്ക് കയറിക്കും കേട്ടാ. അപ്പോൾ നാളെ തന്നെ കയറി തുടങ്ങും ഇതിന് മുകളിലേക്ക് ഫാമിലിക്ക് കണ്ട. ഓക്കെ സാധനം സെറ്റ്. അങ്ങനെ നാളെ മുതൽ ഇവൻ ഇത് വിളിക്കാൻ കയറും. നിർത്തിയാ? ഹലോ, അപ്പൊ ആ ചരിത്രപരമായ ദിവസം അവസാനിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട ആകാശ് ദീപുണ്ട്. ആകാശ് ദീപ് ഇടരുത്.